ഇതിന്റെ ഇത് ഒരു ഫിസിക്കൽ പോളിസിയായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡിസിഷനാണ്. ആ ഒരു ആസ്പെക്ട് എന്തുകൊണ്ടാണ് ആരും ആര് അവര് പൊളിറ്റിക്സ് ആണ് പറഞ്ഞോണ്ട്. പക്ഷെ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം പൊളിറ്റിക്കൽ ഞങ്ങളാണ് നല്ലത് എന്നാണ്. ഇത് ടാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പുതിയ സർക്കാർ കൊണ്ടുവന്നൊരു നയമാണ്. അങ്ങനല്ല, റവന്യൂ റവന്യൂ വരട്ടെ, റവന്യൂ വരട്ടെ. അതായത് ടൂറിസം വളരുമ്പോ എന്താണ് സംഭവിക്കുക ബേസിക്കലി? അതായത് നിങ്ങൾ ഈ വളർച്ചേനൊക്കെ നിങ്ങളൊക്കെ ഈ ഓരോരോ പ്രവർത്തികൾ കാരണമാണ് എത്രയോ കാലം മുമ്പ് വളരണ്ട കേരളം ഇപ്പോഴും പിന്നിലാണ്. നിങ്ങളുടെ ഞാൻ പറഞ്ഞത് മനസ്സിലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞ ഇതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ബക്കാഡിയും അതുപോലെ തന്നെ HSG അങ്ങനെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, കുറെ മറ്റുള്ള SDF, പിന്നെ വേറെ കുറച്ച് കമ്പനികളെല്ലാം കൂടി ഈ MV ഗോവിന്ദൻ മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോ ഇന്ന പോലെ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേണമെന്ന് പറഞ്ഞു. അത് ശ്രീ MV ഗോവിന്ദൻ ബക്കാഡിയുടെയും SDF-ന്റെയും ഉൾപ്പെടെയുള്ള അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി അയച്ചു. അവർ തീരുമാനിച്ചിട്ട് അവർ പറഞ്ഞു ഇത് കൊണ്ടുവരണം. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞു വെച്ചാൽ വീര്യം കൂടിയത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി വീര്യം കുറഞ്ഞു കൊണ്ടുവരണം എന്ന് പറഞ്ഞവർ കൊണ്ടുവന്നു. അതിനുശേഷം അതിന് പേരിടാൻ ചോദിച്ചു, പേരിടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അബ്കാരി ചട്ടം ഭേദഗതി ചെയ്ത് ഇവര് പുതിയൊരു വകുപ്പുണ്ടാക്കി, പുതിയൊരു സംഭവം ഉണ്ടാക്കി. പുതിയ ട്രാൻസാക്ഷൻ ഉണ്ടാക്കി. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നത് കുമ്പിടിയാണെങ്കിൽ ഞങ്ങൾ ഈ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്ത്യയില് ഞങ്ങള് ഈ ലോ ഇതെന്താണ് ലോ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ അവൈലബിലിറ്റി കുറയ്ക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ടത്തരാണ്.